നാടകോത്സവത്തിന് സമാപനമായി. കരുനാഗപ്പള്ളി കോഴിക്കോട് ടാഗോർ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന നാടകോത്സവമാണ് സമാപിച്ചത്. സമാപന സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കരുനാഗപ്പള്ളി കോഴിക്കോട് ടാഗോർ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന നാടകോത്സവമാണ് സമാപിച്ചത്. നാടകോത്സവത്തിന്റെ സമാപന സമ്മേളനം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഒന്നാമത്തെ ലക്ഷ്യം. ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ മാത്രമേ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും വിൽക്കൂ. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സമൂഹത്തെ ജാതിവൽക്കരിക്കാനും മതവൽക്കരിക്കാനും ഒരു വലിയ ശ്രമം നടക്കുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ എഴുത്തിലൂടെ, വായനയിലൂടെ, പ്രസംഗത്തിലൂടെ, കവിതയിലൂടെ, പാട്ടിലൂടെ, നാടകത്തിലൂടെ, സിനിമയിലൂടെ സമൂഹത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസങ്ങളും മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും നമ്മളെല്ലാം ഒന്നാണ് എന്നൊരു മാനവ സന്ദേശം സമൂഹത്തിലാകമാനം വാരി വിതറുന്ന ഒരു പ്രക്രിയയിലാണ് നമ്മളെല്ലാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു നാടകം കാണുന്നത് പോലും, നാടകം ആസ്വദിക്കുന്നത് പോലും, ഒരു സിനിമ കാണുന്നത് പോലും, സിനിമ ആസ്വദിക്കുന്നത് പോലും, ഒരു പുസ്തകം വായിക്കുന്നത് പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് അപർണ ആനന്ദ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഇങ്ങനെ ഇരിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ ഇരിക്കാതിരിക്കൂ എന്നല്ലേ ഒരു പുതിയ സമൂഹം പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീടിനകത്തേക്ക് പോയാൽ, നിങ്ങളുടെ മുറിക്കകത്തേക്ക് പോയാൽ, നിങ്ങളുടെ കയ്യിലുള്ള ഗാഡ്ജറ്റ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് എല്ലാവിധമായ അറിവുകളും സംഭാവന ചെയ്യുന്ന ഒന്നാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടുകാരോട് വഴി ചോദിക്കേണ്ട കാര്യമില്ല. ഗൂഗിൾ മാപ്പിട്ട് പോയാൽ മതിയാകും. 1000 പേർ പോയപ്പോൾ 985 പേരും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ 15 പേർ വഴിയിലെ കുളത്തിലോ ആറ്റിലോ വീണ് മരിച്ചിട്ടുണ്ട്. നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ G സുനിൽ, കൗൺസിലർ ബിദുല തുളസി, ജയരാജ് പണിക്കർ, P അരുൺ, R രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ പോച്ചയിൽ നാസറിനെ ആദരിച്ചു. തുടർന്ന് തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിന്റെ വംശം നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.